പാഠം 176 താമ്പൂല ചർവണം. ഹലോ, ശങ്കരൻകുട്ടി. കാര്യം ഞാൻ മോഹനൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടേ. പക്ഷെ അതത്ര പെട്ടെന്ന് നടക്കൂലെന്നാണ് സാറ് പറയുന്നത് കേട്ടാ. ഞാൻ ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാം. ശരി 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 ശരി. ഈ മോഹനൻ സാറിന്റെ ഒരു കാര്യം ബാക്കിയുള്ളവർക്ക് നന്മ ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യൂല. ഹലോ ഹലോ, വക്കീലേത് ഞാനാ ഉത്തമൻ. പറ ഉത്തമ. മോഹനൻ സാറിനൊന്ന് കൊടുക്കോ, അത്യാവശ്യമാണ്. എന്ത് അത്യാവശ്യം കൊടുക്കാൻ പറ്റില്ല. അയ്യോ, സാർ അവിടെ ഇല്ലേ? സാർ എവിടെയുണ്ട്, പക്ഷേ സാർ ഫോൺ എടുക്കില്ല. എന്താ? അതൊക്കെ പറഞ്ഞാൽ വലിയ കഥയാ. എനിക്കത് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ നേരമില്ല ഉത്തമ. മോഹനേട്ടനോട് സംസാരിക്കാൻ പറ്റില്ല, അത്ര തന്നെ. ഹലോ ഹലോ, കട്ടായ എന്തോ തകരാറുണ്ടല്ലോ. ഒന്നുകിൽ രണ്ടുപേരും കൂടെ വഴക്കൂടി, അല്ലെങ്കിൽ സാറിനെന്തോ പറ്റി. ഒന്നങ്ങോട്ട് പോയാലോ. നമസ്കാരം വക്കീല്. സാറെന്തേ? സാറകത്തുണ്ട്. എന്ത് സാറ് ഫോണിൽ സംസാരിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞേ? ഓരോ ദിവസം ഓരോ അസുഖമല്ലേ എന്ന് പറഞ്ഞ എങ്ങനെയാണ്? ആ ശങ്കരൻകുട്ടിയുടെ സ്ഥലത്തിന്റെ പോക്ക് ഒരു ചെയ്യാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞ്. അവനാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ശല്യത്തോട് ശല്യം. ഞാൻ പോക്ക് വരെ ചെയ്തെന്നാ മതിയോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ശരിയാക്കി തരാം. എന്തോ കാര്യമായി പ്രശ്നമുണ്ടല്ലോ വക്കീലെ. എന്താണ് സംഭവം? രാവിലെ രണ്ടാളും കൂടെ വഴക്കുണ്ടാക്കിയ? എങ്ങനെ വഴക്കുണ്ടാക്കും? വഴക്കുണ്ടാക്കാൻ പോലും പറ്റില്ലല്ലോ. ഈ ആളെ ടെൻഷൻ അടുപ്പിക്കാത്ത കാര്യം എന്താന്ന് വെച്ചാ പറ വക്കീലെ. സാറെവിടെ? അകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഉത്തമൻ ചെന്ന് നോക്ക്. അകത്തുണ്ട്? സാറേ, സാറേ, മോനെ സാറേ, സാറേ. ആഹാ, സാറിവിടെ ഇരിപ്പുണ്ടായിരുന്ന? അയ്യോ, ഇത് എന്തോ സാറേ? സാറേ, ഇതെന്തോ പറ്റിയേ? സാറേ, എന്തുവാ സാറേ? എന്തുവാ? വെള്ളം സ്മാളാ നീന്തി വെള്ളത്തില് വെടിയിട്ട് വെള്ളമടിക്ക അച്ചാറ്. പിന്നെ എന്തോന്ന് വെച്ചാ പറ. ചുണ്ട് മുറിഞ്ഞ് അതിനിങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യം തോന്നുന്നു. സാർ കാര്യം എന്തോന്ന് വെച്ചാ പറ. വാതിലൊക്കെ പറ്റുന്നില്ലേ? ഉത്തമൻ എത്ര ചോദിച്ചാലും സാറ് വാ തുറന്ന ഒരു അക്ഷരം മിണ്ടൂല. അയ്യോ, സാറിന് മിണ്ടാൻ പറ്റില്ലെന്നേ. അയ്യോ, അതെന്ത്? എന്തുപറ്റി സാറേ? സാറ് കാര്യം പറ. ഉത്തമ കാര്യം എന്നോട് ചോദിക്ക്, ഞാൻ പറയാൻ മറുപടി. സാറ് ഇന്ന് വൈകിട്ട് വരെ ഇങ്ങനെ ഇരിക്കും. അയ്യോ, അപ്പൊ പിന്നെ വക്കീല് പറ, സംഭവം പറ. ഞാൻ പറയാം. വേറൊന്നുമല്ല, സാറിനൊരു പല്ലുവേദന. വേദന മാറ്റാനായി ഉപ്പുവെള്ളം ചൂടാക്കി വായിൽ കൊണ്ടിരിക്കുക. ഇനി ആ പല്ലുവേദന മാറിയിട്ടേ സാർ അത് തുപ്പിക്കളയും. ഈ ഇരിപ്പിങ്ങനെ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. ഒന്നായില്ലേ? സോറി, 1.5 മണിക്കൂറായി. 1.5 മണിക്കൂർ. ഞാൻ ആതൊന്ന് പറഞ്ഞതാണ് അത് തുപ്പിക്കളഞ്ഞിട്ട് മരുന്ന് കഴിക്കാൻ. അപ്പൊ എന്നെയും അങ്ങനെ ഗോഷ്ടി കാണിച്ചു. പിന്നെ ഞാനും നിർബന്ധിച്ചില്ല. അല്ലെങ്കിലും മോഹനേട്ടൻ ഇങ്ങനെ കാണാനൊരു ചന്തമൊക്കെ ഉണ്ട്. ഇതിനു മുന്നേ രാമായണത്തിൽ ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ. മറ്റേ കടലിന് കുറുകി ചാടിയ ആ വിദ്വാനില്ലേ, ആ പുള്ളിക്കാരനെ. മറ്റേ രാവണല്ലേ വക്കീലെ? എനിക്കറിയാം. ഹനുമാനെ കാണണമെന്ന് കരുതിയിട്ട് കുറെ നാളായി. ഇപ്പോഴെങ്കിലും അത് സാധിച്ചല്ലോ. ഉപ്പുള്ള ഇറക്കിയ ഒരു നാരങ്ങയോടെ പിടിയിട്ടാ സാറേ. എന്തുവാ സാറേ ഇത്? ഞാനുള്ള 2 വാക്ക് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ വരാം. വക്കീല് പറഞ്ഞതിലും കുറച്ച് കാര്യമുണ്ട്. സ്വഭാവം പണ്ടേ കുരകന്റെയാ.
ഇപ്പൊ രൂപവും അങ്ങനെ തന്നെയായി. അല്ലെങ്കിൽ നാട്ടുകാർ കുരങ്ങനെന്നാ വിളിക്കുന്നേ. ഇപ്പൊ വക്കീലും വിളിച്ചു തുടങ്ങി കുരങ്ങ 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 കുരങ്ങ. ഞാൻ കേട്ടു. അതിനുള്ള മറുപടി ഞാൻ പറയാം. അവക്കൾ കൊടുക്കട്ടില്ല. ഇയാളെന്തോന്ന് തെറി പറഞ്ഞ് പല്ലുവേദന മാറ്റാൻ പോണ? ഹനുമാൻ എന്റെ വീണ്ടും തുടങ്ങിയല്ലോ. ഇപ്പോ വേദന മാറിയോ? പല്ലുവേദന മാറിയാലും ഇല്ലെങ്കിലും ഹനുമാൻ അച്ഛൻ. എന്നോട് 2 വാക്ക് പറഞ്ഞിട്ട് ബാക്കാരുള്ളൂ. സ്വന്തം ഭർത്താവിന്റെ പല്ലുവിനെടുത്ത് സഹിക്കാൻ വയ്യാതിരിക്കുമ്പോ ഏതോ ഒരുത്തന്റെ കൂടെ ചേർന്ന് എന്നെ കളിയാക്കുന്ന നീ മനുഷ്യസ്ത്രീയാണോടി? ഞാൻ മനുഷ്യ സ്ത്രീ എങ്ങനെയാകും? ഹനുമാന്റെ മോളല്ലേ? മനുഷ്യത്വം എന്ന വാക്കിന്റെ അർത്ഥം അറിയാതെ നിനക്ക്? അതറിയാവുന്നത് കൊണ്ടാണ് പല്ലുവേദനയാണെന്ന് അറിഞ്ഞ നിമിഷം ഞാനൊരു പെയിൻ കില്ലർ എടുത്തു തന്നത്. അപ്പൊ അത് കഴിക്കുന്നില്ല. എങ്ങനെ തിന്നും? എന്താ പല്ലുവേദന മാറ്റാനായി നീ തരുന്ന ഗുളിക കഴിച്ച് എന്റെ കിഡ്നി അടിച്ചു പോയാലോ? അപ്പോ നീ അതിനുള്ള മരുന്നെന്ന് പറഞ്ഞ് വേറൊരു ഗുളിക തരും. അതോടെ എന്റെ കാലം പോവും. അതേ മരുന്ന് നീ വേറെ തരും. അതോടെ എന്റെ തലച്ചോറും പോവും. ഇല്ലാത്തൊരു സാധനം എങ്ങനെ പോകുന്നേ? ഇപ്പൊ പല്ലുവേദന മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ കിടന്ന് ഒച്ച വെച്ചാൽ തലവേദനയും തൊണ്ടവേദനയും വരും. എന്റെ മോഹനേട്ടാ, എന്നോട് ഇങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഈ പല്ലുവേദന ഞാനായിട്ട് ഉണ്ടാക്കിയതല്ലോ. അതുപോലെ ഒരസുഖം വന്നാൽ മരുന്ന് കഴിച്ചു മാത്രമേ അത് മാറ്റാൻ പറ്റൂ. പറയുമ്പോ BSc കെമിസ്ട്രി ഫസ്റ്റ് ക്ലാസ്സിലാ പാസ്സായത്. പക്ഷെ രോഗം മാറ്റാൻ മരുന്ന് കഴിക്കണമെന്ന് 2ാം ക്ലാസ്സിൽ പഠിച്ചത് സാറ് മറന്നുപോയി. നീ എന്തൊക്കെ പറഞ്ഞാലും നീ പറയുന്ന തരത്തിലുള്ള മരുന്നുകൾ ഞാൻ കഴിക്കുന്ന പ്രശ്നമില്ല. കാരണം ഇതിലുള്ള രാസപദാർത്ഥങ്ങളെ പറ്റി ഈ മോഹനേഷന് അറിയാം. ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ BSc കെമിസ്ട്രി ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. അപ്പൊ നമ്മുടെ കെമിസ്ട്രി കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? എനിക്ക് വേറെ പണിയുണ്ട്. ഓഹോ, അവൻ വെളിയിപ്പുണ്ടല്ലേ? അവനങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ഉത്തമൻ എന്നെ അത് മൃഗവുമായി താരതമ്യപ്പെട്ട് സംസാരിക്കുന്നത് കേട്ടല്ലോ. ഒന്നുകൂടെ പറ. ഞാൻ സാറിനല്ല അങ്ങനെ പറഞ്ഞത്. ഹനുമാന് കുരങ്ങന്റെ സ്വഭാവമാണല്ലോ. ഈ നാട്ടുകാർ മുഴുവനും ഈ ഹനുമാനെ കുരങ്ങാന്ന് വിളിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. വേണ്ട, വീടിനടുത്ത് ചേർന്ന് വെറുതെ ഉരുളാതെ നോക്കണ്ട. ശങ്കരൻകുരിയുടെ പോക്കുവരന്റെ കാര്യം സംസാരിക്കാനുള്ള ഉത്തമമാണത്. അത് നടക്കില്ല. അയ്യോ സാറേ 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 അങ്ങനെ പറയില്ല സാറേ. അവനൊരു അത്യാവശ്യ കാര്യത്തിനാണ്. കുഴപ്പം അവന്റെ അല്ല, പിന്നെ അവൻ ആ ജോലി ഉത്തമനെ ഏൽപ്പിച്ചതാണ് കുഴപ്പമായത്. അതുകൊണ്ട് തന്നെ അത് നടക്കില്ല. സാറേ, ദൈവത്തെ ഓർത്ത് അങ്ങനെ പറയില്ലേ സാറേ. ഞാൻ സാറിനെ കുരങ്ങാന്ന് വിളിച്ചത് അല്ല. നാട്ടുകാർക്ക് സാറിനോട് ഇഷ്ടക്കുറവുള്ളത് കൊണ്ട് അങ്ങനെ വിളിക്കാറുണ്ടെന്ന് പറഞ്ഞതാണ്. ശങ്കരൻകുട്ടി അങ്ങനെ വിളിക്കാറുണ്ടോ? അമ്പോ ശങ്കരൻകുട്ടിയാ? അമ്പോ ഒരിക്കലും അങ്ങനെ വിളിക്കൂല. ശങ്കരൻകുട്ടി സാറിനെ കുരങ്ങാന്ന് വിളിക്കൂലല്ലോ. അവന് ബുദ്ധിയുണ്ടല്ലോ. സാർ കുരങ്ങനല്ലാന്ന് അവനറിയാലോ. കുരങ്ങനല്ലാത്ത സാറിനെ കുരങ്ങാന്ന് വിളിക്കാൻ ശങ്കരൻകുട്ടി എന്താ കുരങ്ങനാണോ? കുരങ്ങ സാറേ സാറേ അല്ല, ഈ സാറേ മനുഷ്യ കുരങ്ങിൽ നിന്നുണ്ടായെന്നാണല്ലോ ചാൾസ് ഡാർവിൻ പറയുന്നേ. അതായത് മനുഷ്യനായി ഞാൻ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായെന്നല്ലേ? കറക്റ്റ് കറക്റ്റ്, അതാണ് കറക്റ്റ്. അതായത് ഉത്തമൻ എന്റെ അച്ഛനെ കുരങ്ങാനെന്ന് വിളിച്ചു. അയ്യോ സാറേ, അങ്ങനെ നടക്കില്ല. അയ്യോ സാറേ ചതിക്കരുത്. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. ഈ ചാൾസ് ഡാർവിന് ബോധോ പൊക്കടോ ഇല്ലാതെ എന്തോ വിളിച്ച് പറഞ്ഞതാണ് വർഷങ്ങൾക്ക് മുമ്പ്. അല്ലെങ്കിൽ തന്നെ കുരങ്ങനിന് എങ്ങനെയാണ് മനുഷ്യനുണ്ടാവുന്നത്? പ്രത്യേകിച്ച് സാറിനെ പോലുള്ള മഹാനായ മനുഷ്യൻ ഒരു തരത്തിലും കുരങ്ങിയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കുരങ്ങനുണ്ടല്ലോ സാറേ അന്തസ്സും ആഭിജാത്യവും. ഇല്ല ഒന്നുമില്ല, ഞാൻ വെറുതെ ഒരു ആത്മകഥം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഉത്തമൻ കാര്യം വേഗം പോയി ആ ഗോവിന്ദന്റെ കടയിൽ നിന്ന് ഒരു മുറുക്കാൻ മേടിച്ചിട്ടോ. മുറുക്കാനാ? മുറുക്കാൻ എന്തിനാ സാറേ? പല്ലുവേദന മാറാൻ മുറുക്കാൻ ബെസ്റ്റാ. എന്റെ അമ്മമ്മ പണ്ട് പല്ലുവേദന മാറാൻ മുറുക്കുമായിരുന്നു. സൈഡ് എഫക്ട്സ് ഒന്നുമില്ല.
സാറ് കാര്യമായിട്ടാണ് ഈ പറയുന്നത്. മൂകലക്ഷം വെറും വാക്ക് പറഞ്ഞില്ല. പോയി മുറുക്ക പിടിച്ചിട്ടോ. പുകയില വേണ്ട, പുകയില ലഹരിയാണ്. സാറേ ഈ ശങ്കരൻകുട്ടിയുടെ പോക്കുവരവിന്റെ കാര്യം ആദ്യം മുറുക്കാൻ, പിന്നെ പോക്കുവരവ്. ഒരു വില്ലേജ് ഓഫീസർ ഒരാവശ്യം സാധിച്ചു കൊടുക്കുന്നതിന് ഒരു 250 രൂപയോ ഒരു കുപ്പി ബ്രാൻഡിയോ ചോദിച്ചാൽ മനസ്സിലാക്കാമായിരുന്നു. പോക്കുവരവിന്റെ കൈക്കൂലി മുറുക്കാൻ വെറുതെ നിലത്ത് ചവച്ച് തുപ്പുന്ന സാധനം. കൊരങ്ങൈ. ഇത് കേട്ടാ ഇനി അത് മതി.